ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോ ബ്ലിറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ വൈ ഐ ചോസ് ഡോമിനാർ ഓവർ ഡ്യൂക്ക് 250 ആൻഡ് ഹിമാലയൻ എന്നുള്ള വീഡിയോ ആണ്. ഞാൻ വണ്ടി എടുക്കുന്നത് 2021 എങ്ങനെയാണ് ഞാൻ ഈ ഒരു ചോയ്സിലേക്ക് എത്തിയത്, എന്തുകൊണ്ടാണ് മറ്റു രണ്ട് ബൈക്സിനും വേണ്ടാന്ന് വെച്ചത്, പിന്നെ എനിക്ക് KTM ഷോറൂമിൽ നിന്ന് കിട്ടിയ ഒരു ദുരനുഭവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഓട്ടോമോട്ടീവ് ആൻഡ് ട്രാവൽ കണ്ടന്റ്സ് ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചില ആളുകൾക്ക് ഡ്രീം ബൈക്ക് പോലൊരു വണ്ടി കാണും. നോ മാറ്റർ വാട്ട്, അവർ ആ ബൈക്ക് തന്നെ ആയിരിക്കും ലൈഫിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ബഡ്ജറ്റ് റെഡി ആകുമ്പോൾ ആ ബൈക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഞാൻ ഈ 3 സെഗ്മെൻറ്റിലുള്ള 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള വണ്ടികൾ സെലക്ട് ചെയ്തത്. അതായത് ഡോമിനാർ ഒരു സ്പോർട്സ് ടൂറാണ്, ഡ്യൂക്ക് ആണെങ്കിൽ ഒരു നേക്കഡ് സ്ട്രീറ്റ് ബൈക്കാണ്, ഹിമാലയൻ ഒരു ADV. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു പേർപ്പസിനെ ബേസ് ചെയ്ത് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വണ്ടികളാണ്. എൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ട്രാവൽ ആൻഡ് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യലായിരുന്നു. അപ്പോൾ ഡ്യൂക്ക് എന്തിനെ സെലക്ട് ചെയ്തെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവായിട്ടില്ല. എന്നാൽ അതൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഡ്യൂക്ക് കുറച്ച് നാൾ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നിംബിൾനെസ്സും അഗ്രഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അതുകൊണ്ടാണ് ഡ്യൂക്ക് എൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് നിന്നത്. ഇനി ഈ ബൈക്കുകളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യം വെച്ച് നോക്കിയാൽ ഡോമിനാർ തന്നെയാണ് ഏറ്റവും മുന്നിൽ. ഡ്യൂക്ക് പവർഫുൾ തന്നെയാണ്, പക്ഷേ ഡോമിനാറിൻ്റെ അത്ര ഇല്ലയെന്ന് മാത്രം. ഹിമാലയൻ ആണെങ്കിൽ ഒരു 80 വരെയൊക്കെ നല്ല പെട്ടെന്ന് തന്നെ ക്ലൈംബ് ചെയ്യും. പിന്നെ നല്ല ടോർക്കി ആയിട്ടുള്ള വണ്ടിയാണ്, ഓഫ് റോഡൊക്കെ പോകാൻ നല്ലതാണ്. കംഫർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഹിമാലയൻ്റെ സീറ്റ്സ് ആയിരുന്നു അടിപൊളി. ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും പോസ്ചർ ആണെങ്കിലും എർഗണോമിക്സ് ഒക്കെ വെച്ച് നോക്കിയാലും അടിപൊളിയായിരുന്നു. ഡോമിനാർ ആണെങ്കിലും ടൂറർ ആയതുകൊണ്ട് നല്ല പോസ്ചറൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ ബെറ്റർ ഹിമാലയൻ തന്നെയായിരുന്നു. ഡ്യൂക്സിൻ്റെ സീറ്റ് പിന്നെ പറയണ്ടല്ലോ, നല്ല ഹാർഡ് സീറ്റ്സ് ആണ്, ഒട്ടും കംഫർട്ടില്ല. എർഗണോമിക്സ് ആണെങ്കിലും കുറച്ചും കൂടെ ഒരു റേസിംഗ് സ്പെക്കാണ്. സോ ലോങ് ഡിസ്റ്റൻസിൽ അത്ര കംഫർട്ട് ഇല്ല. മൈലേജിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എല്ലാവർക്കും മിക്സ്ഡ് ഒപ്പീനിയൻ തന്നെ. പക്ഷേ ഡോമിനാറിലൊരു ആവറേജ് 30 ഒക്കെയാണ് എല്ലാവരും പറയുന്നത്. ഡ്യൂക്കിനൊരു 26-27, ഡ്യൂക്ക് 250 ആണ് കേട്ടോ എന്നൊക്കെ യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് റിവ്യൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹിമാലയൻ ആണെങ്കിൽ ഒരു 25-28 ആണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഈ 3 ബൈക്കിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും റോയൽ എൻഫീൽഡിൻ്റെ സർവീസിനെ കുറിച്ച് അറിയാമല്ലോ, ഭയങ്കര തലവേദനയാണ്, എപ്പോഴും ഇഷ്യൂസ് വരും. അതാണെങ്കിൽ ഷോറൂമിൻ്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ല. ഇതുമായിട്ട് എപ്പോഴും അവിടെ പോയി വഴക്കുണ്ടാക്കലേ നേരമുള്ളൂ. സോ റോയൽ എൻഫീൽഡ് എനിക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു. എന്നാൽ പോലും അതൊരു ലിസ്റ്റിലുണ്ടായിരുന്ന വണ്ടി തന്നെയായിരുന്നു. പിന്നെ ഡ്യൂക്കാണെങ്കിൽ കുറച്ച് ഓവർലി പ്രൈസ്ഡ് ആണ്. നിയറസ്റ്റ് ഷോറൂം ആണെങ്കിൽ തൊടുപുഴയായിരുന്നു. അതാണെങ്കിൽ ഒരു ചെറിയ ഷോറൂമും ആയിരുന്നു. പിന്നെ ഹുസ്ക്വറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും അവരുടെ 2 സർവീസ് ബേ ഹുസ്ക്വറിനേക്കും പോയി. സോ മൊത്തത്തിൽ ക്രൗഡഡ് ആയി അവിടെ. പിന്നെ ഡോം വലിയ ഇഷ്യൂ ഇല്ല, പാർട്സ് ആണെങ്കിലും ചീപ്പാണ്, ഷോറൂം ആണെങ്കിലും സർവീസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്. സോ അതൊരു മെയിൻ ഫാക്ടറായിരുന്നു. അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റിൽ തന്നെ ഏറ്റവും സ്യൂട്ടഡ് എൻ്റെ പർപ്പസിന് എനിക്ക് ഡോമാന്ന് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്നിട്ടും എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ ഫൈനലി ഡ്യൂക്ക് തന്നെയാണ് ആദ്യം ബുക്ക് ചെയ്യുന്നത്. സോ ഞാൻ ബുക്ക് ചെയ്യുന്ന ടൈമിൽ 2,83,000 ആയിരുന്നു ഡ്യൂക്കിൻ്റെ പ്രൈസ് വന്നിരുന്നത്. അപ്പോൾ അവർ ഷോറൂമിൽ നിന്ന് തന്നെ പറഞ്ഞു നല്ല ഡിമാൻഡ് ഉണ്ട്, ഓൾമോസ്റ്റ് 16 പ്രീ ബുക്കിങ്സ് എൻ്റെ ബുക്കിങ്ങിന് അഹെഡ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഡെലിവറി പോയിട്ടേ വണ്ടി കിട്ടൂ. ഞാൻ റെഡി ക്യാഷിന് വണ്ടി എടുക്കാനായിരുന്നു ഇരുന്നത്. സോ അവരോട് മാക്സിമം പുഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ മാക്സിമം നേരത്തെ തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പൈസ കൊടുത്ത് ബുക്ക് ചെയ്യുന്നു. 1 മാസമായി 2 മാസമായി ഒരു അപ്ഡേറ്റും ഇല്ല. അപ്പോൾ എപ്പോൾ വിളിച്ചാലും അവർ പറയും ഗ്രേ ബൈക്സിന് ഡിമാൻഡ് കൂടുതല, ഓറഞ്ച് ആണെങ്കിൽ വേഗം ഡെലിവറി തരാമെന്നൊക്കെ പറയും. പക്ഷേ ഓറഞ്ച് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഗ്രേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഫൈനലി അവർ പറഞ്ഞു അവരുടെ മെയിൻ ഓഫീസ് ഇവിടെയല്ല, എറണാകുളത്തുള്ള ഓഫീസിലാണ്. സോ ആ ഓഫീസിലേക്ക് വരുന്ന യൂണിറ്റ്സ് ഓഫ് ബൈക്കിൽ നിന്ന് ഒരു പോർഷൻ മാത്രമേ തൊടുപുഴ ബ്രാഞ്ചിന് കൊടുക്കും. അതുമാത്രമേ നമുക്ക് ഡെലിവറി ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു 1 വീക്കും കൂടെ നോക്കട്ടെ, ഒരു ബൾക്ക് എമൗണ്ട് വണ്ടികൾ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് വേഗം റെഡിയാക്കാം എന്നൊക്കെ അവർ പറഞ്ഞു. അത് വിശ്വസിച്ച് ഞാനിരുന്നു. സോ ഒരാഴ്ച കഴിഞ്ഞു. അത് കഴിഞ്ഞ് വിളിക്കുമ്പോൾ അവർ പറഞ്ഞു ഇനിയും താമസമുണ്ട്, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ കൂടെ വേറൊരു കാര്യം കൂടെ അവർ പറഞ്ഞു, വണ്ടിയുടെ എമൗണ്ട് കൂടി, പ്രൈസ് കൂടി. നല്ല ആ ടൈമിൽ ഡ്യൂക്ക് 250 നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്ന ടൈമായിരുന്നു. സോ അവർ KTM അതിൻ്റെ പ്രൈസ് കൂട്ടി ഒരു 8,000 രൂപയുടെ എക്സ്ട്രാ വേണം, എന്നാൽ മാത്രമേ ഇനി ആ വണ്ടി തരാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അകത്ത് പക്ഷേ ഒരു അപ്ഡേഷനും ഇല്ല താനും. വീട്ടിൽ നിന്നാണെങ്കിലും കുറച്ച് എതിർപ്പൊക്കെ ആയി. 2 മാസം വെയിറ്റ് ചെയ്തിട്ട് അവർ വെറുതെ ആ എമൗണ്ടിന് പോലും വണ്ടി തരുന്നില്ല എന്നുള്ളൊരു ടോക്കിലേക്ക് എത്തി. ഫൈനലി അവരോട് നമ്മൾ ലാസ്റ്റായിട്ട് ഒന്നോട് ചോദിച്ചു ഈ വീക്കിൽ തന്നെ തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇനിയും താമസം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ച് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞു. എന്താണ് റീസൺ, അത് എഴുതി തരണം എന്നൊക്കെ പറഞ്ഞു.
അതൊക്കെ റെഡിയാക്കി. എന്നിട്ട് നമ്മൾ ബജാജിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചയ്ക്കകം വണ്ടി തരാം, അവർക്ക് റെഡി സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ പേപ്പേഴ്സൊക്കെ മൂവ് ചെയ്തു. പിന്നെയും ഈ ബുക്കിംഗ് എമൗണ്ട് റീഫണ്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പിന്നെയും ലാഗ് അടിപ്പിച്ച് ലാസ്റ്റ് അവരുമായിട്ട് വഴക്കമുണ്ടാക്കിയിട്ടാണ് ആ എമൗണ്ട് തന്നെ റീഫണ്ട് ചെയ്തത്. അങ്ങനെ ഇഷ്ടമുള്ളൊരു ബ്രാൻഡിൻ്റെ വേണ്ടി ലാസ്റ്റ് അവരുടെ ഒരു കസ്റ്റമർ ഡീലിംഗ് കാരണം എല്ലാ KTM ബ്രാഞ്ചിലോടും ഇല്ല. ഞാൻ വേറെ ബ്രാഞ്ചിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ദൂരെ ആയതുകൊണ്ട് മാത്രം അടുത്തുനിന്ന് എടുക്കാം. പിന്നെ കോവിഡ് ടൈമൊക്കെ ആയി വരുന്നൊരു ടൈമായിരുന്നു. സോ അങ്ങനെ ഡോമിനാർ ബുക്ക് ചെയ്യുന്നു. അങ്ങനെ മെയിൽ ഡോമിനാർ ഡെലിവറി എടുത്തു. പക്ഷേ എൻ്റെ ഈ ചോയ്സിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ അന്ന് ഡ്യൂക്ക് എടുത്തായിരുന്നെങ്കിൽ ഡ്യൂക്കിന് പിന്നെ ഒരു അപ്ഡേഷൻ വന്നു, ഹെഡ്ലൈറ്റ് അപ്ഡേഷൻ വന്നു, ഇപ്പോൾ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നു, എൻറ്റയർലി ന്യൂ ബൈക്കായി. അപ്പോൾ മാർക്കറ്റില്ല. ഹിമാലയൻ ആണെങ്കിലും 450 വന്നു, ഒരുപാട് ന്യൂ ബൈക്സ് വന്നു, ഈ ഷെർപ്പ എൻജിൻ വന്നു, J സീരീസ് എൻജിൻ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ വണ്ടി ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയി. പക്ഷേ ഡോമിനാർ ആണെങ്കിൽ ഒരു ടൂറിംഗ് എഡിഷൻ മാത്രമേ വന്നുള്ളൂ. ആ സ്പെയർ പാർട്സ് ആണെങ്കിലും സർവീസിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് ആഡ് ചെയ്യാം ബൈക്കിൽ. പിന്നെ എനിക്ക് ഡോമിനാർ കൊണ്ട് ആകെ തോന്നിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബൾക്കിനെസ്. ഡ്യൂക്കിൻ്റെ അത്ര നിമ്പിളല്ല, ട്രാഫിക്കിലൊക്കെ കുറച്ച് പാടാം. പിന്നെ പാർക്കിംഗ് ആണെങ്കിലും കുറച്ച് വലിയ ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. സോ അങ്ങനെയാണ് എൻ്റെ ഒരു ബൈക്ക് ചൂസിങ് ജേർണി കടന്നുപോയത്. ഇനി നിങ്ങളാണ് ഈ സിറ്റുവേഷനിലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ചോയ്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ബൈക്ക് ചൂസ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കമൻസിൽ പറയുക. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.